ഇന്ത്യ പാക് വെടിനിർത്തലിൽ അമേരിക്കൻ പ്രസിഡന്റ് എന്തു പങ്കാണ് വഹിച്ചതെന്ന് പ്രധാനമന്ത്രി ലോകത്തെ അറിയിക്കണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വടക്കേക്കാട് നടന്ന സിപിഐ ജന്മശതാബ്ദി ആഘോഷവും പാട്ടബാക്കി നാടകത്തിന്റെ 88ാം വാർഷികവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കശ്മീർ പ്രശ്നം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി പ്രശ്നമാണ്. അതിൽ ഒരു മൂന്നാം കക്ഷിക്ക് ഇടപെടാൻ സാധ്യമല്ല. അതാണ് സിംല കരാറിന് മുമ്പും പിമ്പും ഇന്ത്യയുടെ നിലപാട്. ആ നിലപാടാണ് മോദി ഗവൺമെന്റ് പണയപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവനയിൽ തെളിയുന്നത്. ഇന്ത്യ പാക് പ്രശ്നത്തിൽ ഒരു മൂന്നാം കക്ഷിയെയോ ലോകത്തെയോ ഇടപെടുത്താൻ പാടില്ല എന്നതാണ് ഇന്ത്യയുടെ നാളിതുവരെയുള്ള നിലപാട്. അതാണ് മോദി തകർത്തിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത് പറയാൻ ഇന്ത്യക്ക് അധികാരമില്ല. സോവറനാണ് ഇന്ത്യ, പരമാധികാരം ഇന്ത്യക്കുണ്ട്. എല്ലാ അധികാരവുമുള്ള പരമാധികാരമുള്ള ഇന്ത്യയിലെ ഗവൺമെന്റിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. ആ പ്രതികരണം പറയേണ്ടത് ആരാണ് പറയേണ്ടത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറപ്പിച്ചു പറയുന്നു, അമേരിക്കൻ പ്രസിഡന്റ് ഒരു കള്ളത്തരം പറഞ്ഞെങ്കിൽ, ഒരു പൊങ്കച്ചം പറഞ്ഞെങ്കിൽ, ഒരു പെരുന്നുണ പറഞ്ഞെങ്കിൽ ആ നുണയെപ്പറ്റി നുണയാണെന്ന് പറയാൻ അർഹതപ്പെട്ട ആൾ, അവകാശപ്പെട്ട ആൾ ഒരാൾ മാത്രമാണ്. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, മറ്റാരുമല്ല. ആ പ്രധാനമന്ത്രി ഇന്നോളം അതേപ്പറ്റി പിന്തുകിട്ടില്ല. ആകപ്പാട് വടക്കേക്കാട് നമാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സിപിഐ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കേരളം പാട്ടബാക്കിക്ക് ശേഷം എന്ന വിഷയത്തിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം അജിത് കൊളാടി വിഷയാവതരണം നടത്തി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EM സതീശൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. മാധ്യമപ്രവർത്തക ഗീത നസീർ, പ്രേംരാജ് ചൂണ്ടലാത്ത്, CPI ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് പാട്ടബാക്കി നാടകം അരങ്ങേറി. പിറവിയെടുത്ത മണ്ണിൽ 88 വർഷങ്ങൾക്ക് ശേഷം അരങ്ങേറിയ പാട്ടബാക്കി എന്ന നാടകത്തിന്റെ പുനരവതരണം കാഴ്ചക്കാർക്ക് അവിസ്മരണീയ അനുഭവമായി. വടക്കേക്കാട് മുഖംമൂടിമുക്ക് നമാസ് ഓഡിറ്റോറിയത്തിലെ നിറഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നു നാടകാവതരണം. പൊന്നാനി താലൂക്ക് കർഷക സമ്മേളനം നമ്മുടെ വൈലത്തൂരിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. ആയതിലേക്ക് കർഷകരെയും തൊഴിലാളികളെയും ആകർഷിക്കുന്നതിനായി നമുക്ക് എന്തെങ്കിലും കലാപരിപാടികൾ ആസൂത്രണം ചെയ്തേ പറ്റും. ആയതിനു വേണ്ടിയാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. CPI ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂർ മണ്ഡലം CPI കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് K ദാമോദരൻ രചിച്ച പ്രഥമ രാഷ്ട്രീയ നാടകമായ പാട്ടബാക്കി 88 വർഷങ്ങൾക്ക് മുമ്പ് പിറവികൊണ്ട മണ്ണിൽ പുനരാവതരണം നടത്തിയത്. 1937 കുരഞ്ഞിയൂർ കുട്ടാടൻപാടത്ത് നടന്ന പൊന്നാനി താലൂക്ക് കർഷക സമ്മേളനത്തിലാണ് ജന്മിത്വം തുലയട്ടെ എന്ന ആഹ്വാനം ഉയർത്തിയ പാട്ടബാക്കി നാടകം അവതരിപ്പിക്കുന്നത്. 1000 ആണ്ടുകാലം നിലനിന്ന മനുഷ്യത്വവിരുദ്ധമായ ജന്മി നാടുവാഴ്ത്ത വ്യവസ്ഥയെ കടപുഴകിയെറിയാൻ ആഹ്വാനം ചെയ്ത പ്രഥമ രാഷ്ട്രീയ നാടകമായിരുന്നു പാട്ടബാക്കി. എന്നും കഷ്ടപ്പെടുന്ന ദൈവം വിധിച്ചിട്ടുള്ളത്. കർഷക സമ്മേളനത്തിന്റെ സംഘടനാ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്ന വയലത്തൂർ കടലായിമനയുടെ തട്ടിൻപുറത്തിരുന്ന് എണ്ണവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെടുത്താണ് K ദാമോദരൻ പാട്ടബാക്കി നാടകം എഴുതിയത്. എന്തിനാ രാമനാഥത്തെ ഈ നാട്യങ്ങളൊക്കെ? രാമനാഥത്തെ എന്തിനാ ഈ നാട്യങ്ങളൊക്കെ? EMS, AKG തുടങ്ങിയവരായിരുന്നു ആദ്യ നാടകത്തിലെ അഭിനേതാക്കൾ.
88 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നാടകം ഉരുവപ്പെടുത്തിയ മണ്ണിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഓർമ്മകൾ ഇരമ്പി. ഈ ക്രൂരമായ സമുദായത്തിൽ മുതലാളികളുടെയും അവരുടെ കിങ്കരന്മാരുടെയും മർദ്ദനം കൊണ്ടും ക്രൂരത കൊണ്ടും ഈ നാട്ടിൽ ഒരുപാട് ജനങ്ങൾ പട്ടിണി കിടക്കേണ്ടതായി വരുന്നുണ്ട്. അങ്ങനെയുള്ള ഈ സമുദായത്തിൽ വ്യഭിചാരവും മോഷണവും ഒരു പാപമല്ല. ഞമ്മനേങ്ങാട് കൊടമന നാരായണമേനോൻ വായനശാലയുടെ നേതൃത്വത്തിലാണ് നാടകം പുനരവതരിപ്പിക്കപ്പെട്ടത്. 18 പേർ അഭിനയിച്ച നാടകത്തിന്റെ സംവിധാനം ബാബു വൈലത്തൂരാണ് നിർവഹിച്ചത്. ഞായറാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. സെമിനാർ, ആദരസമ്മേളനം എന്നിവയും നടന്നു. നാടകാവതരണത്തിന് ശേഷം അണിയറ പ്രവർത്തകരെ ആദരിച്ചു.